നമ്മൾ സത്യം പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ഇതിൽ സന്നിഹിതരായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കരീം ബിന്നീർ എന്ന അതിപ്രമുഖനായ UAE അഭിഭാഷകനാണ്. മലയാളം അറിയാം എന്നുള്ളതിൽ ഉപരിയായി അഭിഭാഷകരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ അഭിഭാഷകരായ ആളുകളെ കുറിച്ചുള്ള ഈ കഥയിൽ അത് പ്രസിദ്ധീകരിക്കുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്നത് പ്രിയപ്പെട്ട അബ്ദുൽ കരീമാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബക്കർ അലി എന്ന് പറയുന്ന 35 വർഷത്തോളം നിയമരംഗത്ത് മഷീൻ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറായി ഇപ്പോൾ സ്വന്തമായി ലീഗൽ ഫേം നടത്തുന്ന ശ്രീ ബക്കർ അലിയാണത് ഏറ്റുവാങ്ങുന്നത്. KM അബ്ബാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയിലുള്ള എഴുത്തുകാരനും ഒരു ജേർണലിസ്റ്റും എന്നതിലുപരി ഒരുപാട് പരിചിതമായ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ആളാണ്. കൂടാതെ വെയ്ക്ക് എന്ന കണ്ണൂരിലെ ഏറ്റവും പ്രമുഖമായ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ മുരളി ഇവിടെ എത്തിയിട്ടുണ്ട്. അക്കാഫ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ പ്രവാസ ഭൂമികയിൽ ഏറ്റവും അറിയപ്പെടുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ VS വിജയകുമാർ എത്തിയിട്ടുണ്ട്. ഇൻകാസിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റഫീഖ് മട്ടന്നൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. സദസ്സിൽ പുന്നക്കൽ മുഹമ്മദ് അലി അടക്കമുള്ള ടൈറ്റസ് പുല്ലൂരാൻ, സുനിൽ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി അടക്കമുള്ള ഒരുപാട് ആളുകൾ, പാപ്പിനശ്ശേരിയിലെ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഉദ്ഘാടനത്തിന് മുമ്പ് I would like to invite Mr. Abdul Karim to say a few words about legal profession and about the book. احنا عندما نقدم الخدمات القانونية في جميع الجنسيات الموجودة في دولة الإمارات، أكثر من 200 دولة التي تعيش في دولة الإمارات. ونرجع إلى كل واحد قضاياهم وظروفهم. ولذلك واجب المحامي عليه أن يتقدم ما هو مصلحة المتهم. فهمسكوتي كتب في نوبل about speaking what the facts and what the his experience in Kerala court and what the legal ബക്കർ അലിക്ക് നൽകിക്കൊണ്ട് അത് പ്രകാശനം ചെയ്യുക. ചുരുങ്ങിയ ലക്ഷ്യം നേടണമെങ്കിൽ അസത്യത്തെ ആശ്രയിക്കാതിരിക്കാൻ ശരീരത്തെക്കാൾ വലിപ്പമുള്ള മനസ്സുണ്ടായിരിക്കണം. ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായം അവസാനിക്കുന്നത് ഈ വാചകത്തോടെയാണ്. ഈ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ഒരു അഭിഭാഷകന്റെ സാമൂഹ്യ പ്രതിബദ്ധത രചയിതാവ് കൃത്യമായി വിളിച്ചറിയിക്കുന്നുണ്ട്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ നോക്കിക്കാണാം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകമാണ്. ഹംസക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൃദയസ്ഥനായ ഒരു എഴുത്തുകാരനാണ്. നേരത്തെ ഇവിടെ അബുദാബി ശക്തി അവാർഡ് അടക്കം നേടിയിട്ടുള്ള എഴുത്തുകാരനാണ്. മാത്രമല്ല വളരെ അപരിചിതമായ ഒരു ഭൂപ്രകൃതിയെ ക്യാൻവാസ് ആക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ രചന തീക്കടിഞ്ഞാണ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അത് പലർക്കും വളരെ അപരിചിതമായ ഒരു ലോകമാണ്. അഭിഭാഷകരെ കുറിച്ച് അല്ലെങ്കിൽ അഭിഭാഷക വൃത്തിയിലെ അന്തർനാടകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വഴികളെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത്രയും അത് അധ്വാനമുള്ള, അത്രയും ഒരു ജിജ്ഞാസയോടുകൂടി തന്നെ എഴുത്തിനെ സമീപിക്കുന്ന ഒരാൾക്ക് അത് കഴിയും. അപ്പോൾ ഭാഷാ വൈദഗ്ധ്യമുണ്ട്, ഭാഷ ചാതുര്യമുണ്ട്, വിപുലമായ ജീവിതാനുഭവമുണ്ട്. അതിൻ്റെ ഒരു ആകത്തുകയാണ് ഈ പുസ്തകം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും തീമാറുന്ന ഒരു എഴുത്ത് തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹംസക്കുട്ടിയുടെ ബന്ധങ്ങൾ വിശാലമാണ്. അതുകൊണ്ട് തന്നെ
കണ്ണൂരിലെ SP ആയിരുന്ന സദാനന്ദ് സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു കൂടുതലായ പ്രഭാഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്നിരുന്നാലും നമ്മുടെ കണ്ണൂർക്കാരനായ ഹംസക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ഈ പ്രകാശനങ്ങളിൽ അറിയിക്കുന്നു. എന്ന ഈ പുസ്തകം എഴുതിയ ആളെന്ന നിലയിലല്ല ഞങ്ങൾ അഡ്വക്കേറ്റ് ഹംസക്കുട്ടി അവരെ സ്മരിക്കുന്നത്. കണ്ണൂർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പുസ്തകമേളയിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. വ്യത്യസ്ത ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അതിവിദഗ്ധമായി ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതി എന്നുള്ള ചിന്തയാണ് സത്യാനന്തര കാലം എന്ന വാക്ക് പ്രതിഫലിപ്പിക്കുന്നത്. പക്ഷേ അഡ്വക്കസിയുടെ മേഖലയിൽ, പോലീസിങ്ങിന്റെ മേഖലയിൽ ഒക്കെ ഈ സത്യാനന്തര കാലത്തിന്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ട്. പക്ഷേ കുട്ടി വക്കീലിന്റെ പുസ്തകം അത്തരത്തിലുള്ളൊരു വിശകലനം എന്ന നിലയിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് കരുതുന്നു. നമ്മൾ സത്യം പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം. ചിലപ്പോഴേ ഒരു അധ്യായം നിങ്ങൾക്ക് 2 പ്രാവശ്യം വായിക്കേണ്ടി വരും. കാരണം നിങ്ങൾ വളരെ ഒരു ലഘുവായ രീതിയിൽ വായിച്ചു പോകാൻ ശ്രമിക്കരുത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കാം. എൻ്റെ ആദ്യത്തെ നോവൽ വന്നപ്പോഴേ എൻ്റെ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, എടാ 5 അധ്യായത്തിന് മുകളിൽ പോകുന്നില്ല, 5 അധ്യായത്തിന് അപ്പുറം പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ആ നോവല് ഇസ്ലാമിക് പൊളിറ്റിക്സ് പറയുന്ന ഒരു നോവലായിരുന്നു. ഖുർആൻ, ഇത് വേറൊരു കാര്യമുള്ള, അതിൽ ഞാൻ ഖുർആനായിരുന്നു ഫിലോസഫിയിൽ ഉപയോഗിച്ചത്. ഖുർആൻ വചനങ്ങൾ ഒരു 10-100ഓളം വചനങ്ങൾ നേരിട്ട് നോവലിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ഭഗവത്ഗീതയാണ് ഞാൻ ഇതിൻ്റെ ഫിലോസഫിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത ഒരുപാട് സ്ഥലത്ത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.